ഇന്ന് ഇന്ത്യയില് സിനിമാ ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരാള് നിങ്ങളിൽ ഒരാളാണ്. അപ്പൊ ഇതുപോലെ പലരും നിങ്ങളിൽ ഉണ്ടാവാം. കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്. പക്ഷെ പ്രതിഫലം മാത്രം മോട്ടിവേഷൻ ആക്കാതെ, അത് മാത്രം കാണാതെ ഞങ്ങളോടൊപ്പം കൂടണമെങ്കിൽ എപ്പോഴും വിലക്കും അല്ലേ സിദ്ദിഖ? ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. വലപ്പൻ സിദ്ദിഖ് കൂട്ടുകെട്ട് ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ളതാണ്, ആത്മബന്ധമാണ്. അതല്ലാതെ ഞങ്ങൾ പണം മാത്രം മോഹിച്ചല്ല ഈ സിനിമയിലേക്ക് ഇറങ്ങി എന്ന നഷ്ടം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഒപ്പം കൂടാവുന്നവരോട് ഞങ്ങളുടെ ആശയം പറഞ്ഞു. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക, കുഴപ്പമില്ല. എല്ലാവരുമായിട്ടും ഞങ്ങൾ സഹകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ക്യാമറ ചെയ്യുന്ന ഞങ്ങളുടെ ജലീൽ ബാദുഷാ, അദ്ദേഹം ഇതേപോലെ തന്നെയാണ്. ഒരുപാട് തിരക്കുകളും ഒരുപാട് സിനിമയും ചെയ്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഞങ്ങൾ ഏത് നിമിഷം വിളിച്ചാലും ഏത് പാതിരയ്ക്ക് വിളിച്ചാലും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചുള്ള ആൾ ഇന്ന് ഇവിടെ എത്തി. ഒരുപാട് സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ ഡോക്ടർ അനശ്വര, ഇന്ന് ഏറ്റവും തിരക്കുള്ള ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിന്റെ ഹെഡാ. അവർ അനസ്തേഷ്യസ്റ്റ് ഹെഡല്ലേ? ഓക്കെ. അപ്പോ അവരും ഇതുപോലെ ഇന്ന് ലീവ് എടുക്കാൻ കഴിക്കുന്ന, അറിയാലോ ഓരോ അനസ്തേഷ്യ പറ്റി. അപ്പൊ അത് ഞാൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവരും ഇവിടെ എത്തി. നസീമത്ത ഒരു സ്ഥാപനം നടത്തുന്നു. അതുപോലെ ജോസഫ് സാറ്, ജോസ് മാമള്ളി എന്റെ സ്റ്റാഫാണ്, എന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. ഇതിനോട് സഹകരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവരാരും എൻ്റെ അടുത്ത് പണം ചോദിച്ചുകൊണ്ടല്ല സിനിമയിലേക്ക് വരുന്നത്, എൻ്റെ ഒപ്പം നിൽക്കുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് ആർക്കും ഞാൻ അവരുടെ സമയത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കുക, നമുക്ക് ആഗ്രഹമുണ്ട്, കലയോട് താല്പര്യമുണ്ട്, സ്പോർട്സിനോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമുക്കത് പറയാനുള്ളൊരു വേദിയാണ് സിനിമയും കൂടി എന്നൊക്കെ കണക്കാക്കിയിട്ട് പല രീതിയിലും വ്യാഖ്യാനിക്കാൻ പലർക്കും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മേഖലയ്ക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ സിദ്ദിഖുമായിട്ടോ ഈ ടീമുമായിട്ടോ ബന്ധപ്പെട്ടാൽ നമുക്ക് അടുത്ത പ്രൊജക്റ്റുകളും, ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് കുതിരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അതൊരു പക്ക കമേഴ്ഷ്യൽ മൂവി, നാട്ടിലും ഗൾഫിലുമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങള് ആർട്ട് ഫിലിം മാത്രമല്ല, സൊസൈറ്റിക്ക് നൽകാവുന്ന അല്ലെങ്കിൽ സിനിമാ ഫീൽഡിന് നൽകാവുന്ന പല ഏരിയകളും കാണിച്ചു കൊടുക്കുകയാണ്. പലർക്കും അറിയാമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്ത എല്ലാ മൂവിയും വ്യത്യസ്തതയുണ്ട്. ഇപ്പൊ ലാസ്റ്റ് 4ാമത്തെ സിനിമ വന്നതും ഈ വാഗ്ദത്ത ഭൂമി ആയാലും വളരെ വ്യത്യസ്ത സിനിമാ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും